ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, എന്താണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്. ഇത് ഒരു 2 സൈഡഡ് കാർഡാണ്. അപ്പോൾ നോക്കാം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഫൈവ് ഓഫ് പെൻഡക്കിളാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഒരു നഷ്ടബോധം ഉള്ള ആൾക്കാരുടെ എനർജിയാണ്. പക്ഷെ നിങ്ങൾ ആ നഷ്ടബോധത്തിൽ ഫോക്കസ് ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നഷ്ടത്തിലാണ്. കാരണം ഇതിൽ കുറച്ച് ആൾക്കാർ ഈ ഇടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ അവരുടെ നിന്ന് പൈസ പോയിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ അതൊരു ട്രേഡിങ്ങോ ഷെയർ മാർക്കറ്റോ അല്ലെങ്കിൽ പൈസ കളഞ്ഞു പോവോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കളഞ്ഞു പോവുകയോ ഒക്കെ ചെയ്ത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത്, കുറച്ച് ആൾക്കാരെ. പക്ഷേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഈ പോയതിനേക്കാളും നല്ല കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. കാരണം നിങ്ങൾ അതിൽ ഈ നഷ്ടപ്പെട്ടു പോയ കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾക്ക് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. 6 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇതിനകത്ത്. ഇത് 5 ഓഫ് പെൻഡക്കിളാണ് ആദ്യം വന്നത്, അടുത്ത് 6 ഓഫ് പെൻഡക്കിളാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇതിൽ കുറച്ചുകൂടി വലുതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങൾ എത്രയാണോ നിങ്ങളിൽ നിന്ന് പോയത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, അതൊരു കുറേ കൂടി വലുതായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണാനാണ്. കാരണം നിങ്ങളുടെ വിഷൻ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ ഇപ്പോൾ ഉള്ള ഫോക്കസ് ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നഷ്ടത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ആ ഫോക്കസ് ഒന്ന് മാറ്റി നിങ്ങൾ കുറെ കൂടി വലിയ കാര്യങ്ങൾ സ്വപ്നം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ കൊടുത്തത് അത് ഇരട്ടിയായിട്ട് തിരിച്ചു വരുന്നൊരു സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഇതിനകത്ത് ഒരു 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കണ്ടല്ലോ, ഈ നഷ്ടമൊക്കെ മാറി അത് ലാഭമായിട്ട് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ സന്തോഷത്തിൽ സമാധാനത്തിൽ ശരിക്കും ഒരു ലക്കി ആയിട്ടുള്ള ആളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. അത് എന്ത് തരം നഷ്ടമായാലും, ഇത് റിലേഷൻഷിപ്പിൽ വന്ന് നഷ്ടമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടമാകട്ടെ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇപ്പം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്ന ആൾക്കാരുടെ എനർജി ആകട്ടെ, നിങ്ങളത് തൽക്കാലത്തേക്ക് അത് വിട്ട് കളയുക. കാരണം അതിൽ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളുടെ എനർജി വീണ്ടും വീണ്ടും ഡൗൺ ആക്കാതെ നിങ്ങൾക്ക് വരാനുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനാണ്. അപ്പോൾ ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് കാര്യമാണോ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നത്, ആ ഒരു കാര്യം ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് തിരിച്ചു തരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവർ, ഭയങ്കര വിഷമത്തിൽ നടക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ ശരിക്കും സ്വപ്നം കാണാൻ തുടങ്ങുക. നിങ്ങൾ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു അതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് നിങ്ങൾ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കാനാണ് പറയുന്നത്. ഇത് ഇപ്പോൾ ഇതിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ പൈസ നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കണം. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് ജോലി സ്ഥലത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ
ഫാമിലി ലൈഫിലാകാം. എന്തായാലും ഒരു വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇന്നത്തത്. കണ്ടല്ലോ, ഏസ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. ഇന്ന് പുതിയ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് അതൊരു വീടാണ് കേട്ടോ. കുറേ ആൾക്കാർക്ക് വീടില്ലാത്ത ആൾക്കാർ വീടിന്റെ സ്വപ്നം കാണുന്ന ഒരു എനർജി ഉണ്ട്. അവിടെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം താമസിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം തരുന്നുണ്ട്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് കൂടുതൽ ആൾക്കാർക്കും ഒരു വീടാണ്. വീട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ എഴുതി വെക്കുക. എനിക്കൊരു നല്ല വീട് ലഭിച്ചിരിക്കുന്നതായിട്ട് നന്ദി എന്ന് എഴുതി വെക്കുക. കുറേ സമയം കഴിയും, പക്ഷേ അത് ഇപ്പം ഇന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ അത് നാളെ തന്നെ ഇത് കൊണ്ടുതരണം എന്നില്ല. കുറച്ച് സമയം ആവുമ്പം അതിന് ഒരു സാഹചര്യങ്ങളൊക്കെ ദൈവം തന്നെ ഒരുക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇതിലൊരു കിങ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒരു ഈ ഒരു കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷാഡോ സൈഡാണ്. അപ്പം നിങ്ങൾ ചില ആൾക്കാർക്ക് ഒരു ബിസിനസ്സിലൊക്കെ അവർ പൈസ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കണം. അതിൽ ചിലപ്പോൾ ഒരു പാർട്ട്ണറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ പൈസ ഇന്നത്തെ ദിവസം ചിലപ്പോൾ കുറേ പൈസയുടെ ആവശ്യം ഉണ്ടായിരിക്കും അവർക്ക്. അപ്പം അത് ആ ഒരു പൈസ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എനർജി. പൈസയുടെ എനർജിയാണ് കേട്ടോ. കൂടുതൽ ആൾക്കാർക്കും പൈസ എന്നുള്ള കാര്യത്തിലാണ് ഇന്ന് ഫോക്കസ് ആയിരിക്കുന്നത്. പൈസ വരാനുള്ളവർക്കും അതുമല്ല നഷ്ടപ്പെട്ടവർക്കും ഒക്കെ ഉള്ള അവരുടെ ഒരു ഇമോഷൻസ് ആണ് ഇതിൽ കൂടുതൽ കാണാനുള്ളത്. ഒരു 7 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഒരു ചീറ്റിങ്ങിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതൽ ഒന്ന് അവെയറായിട്ടിരിക്കുക. നിങ്ങൾ പുറത്തു പോകുന്ന ആൾക്കാർ, നിങ്ങളുടെ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള തിങ്സ് എല്ലാം നിങ്ങളൊന്ന് സൂക്ഷിക്കണം. പാസ്പോർട്ടോ നിങ്ങളുടെ പേഴ്സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഒരു ചീറ്റിംഗ് നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ആ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഹയറഫൻറ്റിൻ്റെ എനർജിയാണ് ഇന്ന്. നിങ്ങൾ എന്തോ ഒരു കാര്യം, പുതിയ കാര്യം പഠിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ട് ഇന്ന്. സ്പിരിച്വലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. ചിലപ്പോൾ ധ്യാനം കൂടാൻ പോകുന്ന ആൾക്കാർ ഉണ്ടായിരിക്കണം. പിന്നെ ചിലർ ഒരു ട്രഡീഷണൽ മാരേജിലേക്ക് പോകാനുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം. ഇന്നൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നു. ഇതിൽ കൂടുതലും പഠിക്കാനുള്ള ഒരു കാര്യമാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ അത് ആലോചിക്കുന്നുണ്ടായിരിക്കണം. അതിനൊരു ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടിയ ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ തേടി നടന്ന ഒരു ഗുരു നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പ്രണയം തോന്നുന്നതാകാം. നിങ്ങൾക്ക് ഒരു പ്രത്യേക വ്യക്തിയോട് ഒരു വല്ലാത്ത പ്രണയവും ഇഷ്ടവും ഒക്കെ തോന്നുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. 3 ഓഫ് സോഡ്സിന്റെ എനർജി. അപ്പോൾ ഇതിൽ ഒരു പ്രണയത്തിൽ വിഷമിക്കുന്ന ആൾക്കാരുടെ, അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളോട് നല്ലതുപോലെ പെരുമാറാത്തത് കൊണ്ടുള്ളൊരു വേദനയുള്ള ഒരു എനർജി ഇതിനകത്തുണ്ട്. കാർമികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ആക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചില വ്യക്തികൾ വന്നാലേ നമുക്ക് സന്തോഷമുള്ളൂ, ആ ഒരു ആളിൻ്റെ പ്രസൻസിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം കിട്ടുന്നത് കാർമികമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. കാരണം അതിൽ അഡിക്റ്റഡ് ആയി പോകും പലപ്പോഴും. മറ്റ് ഏത് ബന്ധങ്ങളിൽ നിന്നും നമുക്ക് മാറിപ്പോകാൻ പറ്റുമെങ്കിലും ഈ കാർമികമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മളിങ്ങനെ ചുറ്റിക്കിടക്കും. അത് വീണ്ടും വീണ്ടും വേദനിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് എപ്പോഴാണോ അത് റിയലൈസ് ചെയ്യുന്നത് അതിന് നമുക്ക് മാറിപ്പോകാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പ്രണയത്തിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു വേദന ചിലപ്പോൾ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വേദനയിലായിരിക്കണം ഈ സമയം. 9 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ചിലപ്പോൾ
ഒരു മത്സരമോ ഒരു വാക്ക് തർക്കമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആരെയും കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ ആളിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ ഒരു സ്നേഹം ചിലപ്പോൾ തിരിച്ചു കിട്ടണം എന്നില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടാകാൻ, അപ്പൊ അതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷകൾ ഇല്ലാതിരിക്കുക കേട്ടോ. മറ്റുള്ളവരെ കുറിച്ചുള്ള മറ്റുള്ളവർ ഇങ്ങനെ ആയിരിക്കണം, ആ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറണം എന്നൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുക. നയൻ ഓഫ് സോർട്സിന്റെ എനർജി ഇന്നും വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് സ്വപ്നം കാണുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ ഇന്നലെ രാത്രി ചിലപ്പം ഇന്നലെ രാത്രിയും അങ്ങനെ ഉണ്ടായിരിക്കും. പിന്നെ സ്വപ്നങ്ങൾ നമ്മൾ ഇപ്പൊ കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. സ്വപ്നം കാണുന്ന, ഭയപ്പെടുത്തുന്ന സ്വപ്നം കാണുന്നു. നമ്മളത് നമ്മളുടെ ഉള്ളിലുള്ള ആകുലതകളായിരിക്കാം ഈ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ. നമ്മൾ ആ സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക, സുഖമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് സറണ്ടർ ചെയ്ത് കൊടുക്കുക ദൈവത്തിന്. ഇത് നമുക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കുക. നമ്മളൊരു നെഗറ്റീവായിട്ടുള്ളൊരു സ്വപ്നം കണ്ടാൽ നിങ്ങൾ എണീറ്റ് രാവിലെ പ്രാർത്ഥിച്ച് അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടുതൽ പ്രാർത്ഥനകളൊക്കെ വേണം എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഈ സ്വപ്നങ്ങളിലൂടെ. കാരണം നമുക്ക് കുറച്ച് എന്തെങ്കിലും കഷ്ടകാലങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു ധൈര്യത്തിനും ദൈവത്തിൻ്റെ ഒരു പിൻബലം വേണം എന്ന് ദൈവം തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. റിലീസാണ്, എൻഡിങ്സ് ആണ്. ഇത് നിങ്ങൾ എന്തോ ഒരു കാര്യം എൻ്റെ ആക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കരിയറിലോ ഒക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ആക്കുന്നു. ചില ആൾക്കാർ റിലേഷൻഷിപ്പ് എൻ്റെ ആക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ കരിയർ, നിങ്ങൾ ഇതുവരെ ചെയ്ത ജോബ് എൻ്റെ ആക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ട്രാൻസ്ഫോർമേഷനാണ്, അതൊരു പരിവർത്തനമാണ്. നമ്മളൊരു കാര്യം നിർത്തുന്നു എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ വേറൊരു രൂപത്തിൽ വീണ്ടും മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പോൾ നിങ്ങളൊരു പരിവർത്തനത്തിന്റെ സമയമാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഇപ്പൊ ചില കാര്യങ്ങളിൽ കെട്ടി വെച്ചിട്ടുള്ള ചില വിശ്വാസങ്ങൾ നമ്മളിങ്ങനെ പറ്റുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസത്തെ നിങ്ങൾ തുറന്നു വിടുന്ന ഒരു എനർജിയാണ്. അങ്ങനെയൊന്നുമല്ല, നമുക്ക് എന്തും പറ്റും. നമ്മളുടെ വിശ്വാസങ്ങളൊന്ന് മാറ്റിയാൽ മാത്രം മതി എന്നാണ്. 6 ഓഫ് ഫയർ ആണ്, സക്സസ് ആൻഡ് റെക്കഗ്നിഷൻ ആണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിന് ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും അതിനുള്ളൊരു റെക്കഗ്നിഷൻ കിട്ടും എന്നാണ് കാണുന്നത്. നിങ്ങൾ ഇപ്പം നമ്മൾ ആദ്യം നമ്മളായിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റൊരാളിനെ ഏൽപ്പിക്കാതിരിക്കുക. അപ്പോൾ അവർ ചെയ്തോളും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചെയ്തോളും, വൈഫ് ചെയ്തോളും, കുട്ടികൾ ചെയ്തോളും, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ അവർ ചെയ്തോളും. അവർ ചെയ്യാത്തത് എന്ത് എന്ന് ചിന്തിക്കരുത്. നമ്മളുടെ ഉത്തരവാദിത്വം, നമ്മളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിൽ മാത്രമായിരിക്കണം. അത് മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് അതാര് തന്നെ ആയാലും നമുക്കവിടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. നമ്മൾ ഏറ്റെടുക്കുക നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു നമ്മൾ ഏറ്റെടുക്കുക. നമ്മളുടെ ജീവിതം നമ്മളുടെ മാത്രം കയ്യിലാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വങ്ങളെല്ലാം നമ്മൾ തന്നെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. മറ്റൊരാളും ഇപ്പം നമുക്ക് വരുന്ന ഒരു കാര്യത്തിന് മറ്റൊരാളിനെ പഴി പറയാതിരിക്കുക. അവരെങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ വരൂലായിരുന്നു, അങ്ങനെയൊന്നുമല്ല. നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ തലയിൽ വെച്ചിട്ടാണ്. ഒരിക്കലും ചെയ്യരുത് അങ്ങനെ. നമ്മളായിരുന്നാൽ ഒരു കാര്യം വരില്ല. അഥവാ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ആ ഒരു കാര്യം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം നടക്കേണ്ടതാവുകൊണ്ടാണ് ദൈവം തന്നതെന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്ക് നോക്കാം. 2 ഓഫ് എർത്ത് ആണ്. ഇതിൽ 2 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ്. ശരിക്കും ഒരു 2 കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ. അതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളൊരു കാര്യം അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ഇന്ന് വളരെ ഈസി പീസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ്. ചില ആൾക്കാർ എങ്ങനെയാണ് ഒരു പ്ലേഫുൾ ആയിട്ടുള്ളൊരു എനർജിയിൽ ഇരിക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. റിന്യൂവലാണ് ഇതിൽ. ഒരു റീബർത്ത് തന്നെയാണ് കേട്ടോ. ഇതിനകത്തും ഒരു റീബർത്താണ് വരണത്. നിങ്ങൾക്ക് ഒരു പുനർജന്മം കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. നിങ്ങളുടെ പഴയ പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളഞ്ഞൊരു പുതിയ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക്, പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ്. 3 ഓഫ് ഫെയർ ആണ്. ഇതിൽ വീണ്ടും ആദ്യവും നമ്മളൊരു 3 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. ഇതും 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഹീൽ ചെയ്യാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് പലരും ഇതിൽ, ഞാൻ അതൊക്കെ
പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഹീൽ ചെയ്തതാണ്, ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ വേദനിക്കുന്നില്ല എന്ന്. പക്ഷേ നമ്മളങ്ങനെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു വേദന ഉണ്ടെങ്കിൽ അത് ഹീലായിട്ടില്ല എന്നുള്ളതാണ്. ആ വ്യക്തിയോട് നമുക്ക് പൂർണ്ണമായും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഹീലായിട്ടില്ല എന്നുള്ളതാണ്. ആ വേദന നമ്മളുടെ ഹൃദയത്തിൽ തന്നെയാണുള്ളത്, അത് ഹീലായിട്ടില്ല എന്നുള്ളതാണ്. അതൊരു കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. വളരെ ബുദ്ധിപൂർവം ശരിക്കും ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണെന്ന്. ചിലപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളോട് മത്സരിക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഇന്നത് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും നിങ്ങളോട് ഒരു മത്സര ബുദ്ധിയോടെ ആരെങ്കിലും പെരുമാറാം, നിങ്ങളെ ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്തേക്കാം. അതൊന്നും നമ്മളെ മാറ്ററേ അല്ല എന്നുള്ള രീതിയിൽ മാത്രം ഇരിക്കാൻ ശ്രമിക്കുക. ഇതിനകത്തുനിന്ന് നിങ്ങളുടെ ഗാർഡിയനിൽ നിന്നുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് ആണ്. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ ഒന്ന് സാധിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ സമ്മറാണ്. നമ്മൾ ഇതിലൊരു ബാസ്കിൻ ജോയ് ആൻഡ് ലൈറ്റാണ്. നിങ്ങൾ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമയമാണ് എന്നുള്ളതാണ്. ഒരു ലൈറ്റിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. ഡാർക്ക്നെസ്സിൽ നിന്ന് ഒരു ലൈറ്റിലേക്ക് വരേണ്ട ആൾക്കാരാണ് നിങ്ങളത് സ്വയം തിരിച്ചറിയാനാണ്. അപ്പം നിങ്ങളത് ലൈറ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മൗണ്ടെയിൻസ് ആണ്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ആണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും തോന്നിയാൽ അതിൽ നിന്നും ഇങ്ങനെ മാറി പോകാതിരിക്കുക. ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവുക. ഷാലോ മാസ്റ്റർ ആണ്. ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ ആണ്. ഇപ്പം ഇന്നത്തെ ഒരു മെസ്സേജ് ആയിട്ട് കണ്ടത്, നിങ്ങളുടെ ആ ഒരു ഇപ്പോഴും നിങ്ങൾ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്ത് അത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിൽക്കുക. അതിന്ന് നിങ്ങളുടെ ആ ഒരു ആക്ഷൻ അതിൽ നിന്ന് മാറേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളതിന് മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളതാണ്. ട്രസ്റ്റ് യുവർ ടാലൻസ് ഇൻ ചേഞ്ചിങ് ടൈംസ്. അപ്പോൾ സ്പിറ്റ് ഫോക്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ടാലൻറ്റിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക. അത് ഒരു വലിയ പരിവർത്തനത്തിന് ഇടയാകും എന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വിശ്വസിച്ചിരിക്കാനാണ്. വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.